തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കാത്തിരിക്കുകയാണ്. അത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഡിസംബർ മാസമാണിത്. ഡിസംബർ അവസാനിച്ചിരിക്കുന്നു. ഇനി ഏറിപ്പോയാൽ 2-3 മാസം കൂടി മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ. മാർച്ച് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരികയും മെയ് 16-ാം തീയതി പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ ആദ്യം മുതൽ തന്നെ നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയം UDF-ന് കോൺഗ്രസിന് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തന്നെ കോൺഗ്രസും UDF-ഉം എല്ലാം തുടങ്ങിയിട്ടുമുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾ ജനുവരി 15 പൂർത്തിയാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം UDF യോഗത്തിന് ശേഷം UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെ സീറ്റ് നിർണയം ഉൾപ്പെടെ നടത്തി കഴിഞ്ഞിട്ട് അതാത് പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് മുന്നിട്ട് ഇറങ്ങണം എന്നതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഇത്തവണ മികച്ച ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. UDF-നെ നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക. ഒരുപക്ഷെ 95 മുതൽ 100 വരെയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ഉള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാർക്കെല്ലാം ഇത്തവണയും സീറ്റ് ലഭിക്കാനാണ് സാധ്യത. അതിൽ സീറ്റ് നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരേ ഒരു MLA പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. ബാക്കി ഉള്ളവർക്കെല്ലാം തന്നെ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് ലഭിക്കും. ശേഷിക്കുന്ന സീറ്റുകളിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 50% സീറ്റുകളിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യം നൽകും എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം കൂടിയാണ് അത്. അദ്ദേഹം ഇന്നതിന്റെ കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നുമുണ്ട്. AICC-യുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് എന്നാണ്. 50% സീറ്റുകളിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വനിതകൾക്കും ഉൾപ്പെടെ മാറ്റിവെക്കും എന്ന വളരെ സുപ്രധാനമായ തീരുമാനം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ കോൺഗ്രസിലെ യുവാക്കൾക്കും ഒപ്പം തന്നെ അണികൾക്കുമെല്ലാം വലിയ ആവേശം നൽകുന്ന ഒരു തീരുമാനമായിരിക്കും. 50% എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഒരു 100 സീറ്റുകളിലാണ് മത്സരിക്കുന്നതെങ്കിൽ 50 സീറ്റുകൾ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് യുവാക്കൾക്കും വനിതകൾക്കും പുതുമുഖങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് മാറ്റിവെക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ബാക്കി 50 സീറ്റുകളിലാണ് ഈ പറയുന്ന നിലവിലെ സിറ്റിംഗ് MLA-മാരെ അക്കോമഡേറ്റ് ചെയ്യണം. ശേഷിക്കുന്ന മുതിർന്നവരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നിർണായകമായ തെരഞ്ഞെടുപ്പായതുകൊണ്ട് മുതിർന്നവരെയും പരിചയസമ്പന്നരെയും ഒപ്പം തന്നെ യുവാക്കളെയും പുതുമുഖങ്ങളെയും എല്ലാം പരിഗണിക്കേണ്ട ഒരു ആവശ്യകത കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ശക്തമായ 2ാം നിര 3ാം നിര ടീമുകൾ കോൺഗ്രസിനുണ്ട്. യുവാക്കളുണ്ട്, വനിതകളുണ്ട് അതിനകത്ത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിനെ നടത്തുന്നതിന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല. ആ തരത്തിൽ മികച്ച ശക്തമായ ഒരു നിര കോൺഗ്രസിന് UDF-നുമുണ്ട്. കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസിലെ മറ്റ് ഘടകകക്ഷികളായ മുസ്ലിം ലീഗിന് ഉൾപ്പെടെയുള്ളവർക്ക് അത്തരത്തിലുള്ള ശക്തമായ ഒരു യുവനിര അവര് വാർത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ പുതിയ ഈ പറയുന്ന യുവാക്കൾക്കും വനിതകൾക്കും ഒക്കെ സീറ്റുകൾ നൽകുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ രീതിയിൽ വിഷമിക്കേണ്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവർക്ക് മുന്നിൽ ഉണ്ടാവുകയില്ല. അക്കാര്യവും VD സതീശൻ പറയുന്നുണ്ട്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു പോരാട്ടം ലക്ഷ്യമിട്ടുകൊണ്ടിറങ്ങുന്ന കോൺഗ്രസ് അത് സാധാരണ അവർ മുൻകാലങ്ങളിലൊക്കെ നടത്തുന്നത് പോലെ ഈ പറയുന്ന പരിചയസമ്പന്നത മാത്രം നോക്കിക്കൊണ്ട് കാലാകാലങ്ങളായിട്ട് മത്സരിക്കുന്നവർക്ക് മാത്രം സീറ്റ് കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമല്ല. മറിച്ച് യുവാക്കൾക്കും പരിചയസമ്പന്നർക്കും സ്ത്രീകൾക്കുമെല്ലാം പുതുമുഖങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യുവാക്കൾക്ക് കൂടുതൽ വരികയാണെങ്കിൽ അത് പാർട്ടി പ്രവർത്തകർക്കും കൂടുതൽ ആവേശം നൽകും. പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും പ്രവർത്തകർക്കും എല്ലാം വലിയൊരു ആവേശം അത് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് കണ്ടതാണ്. നിരവധി യുവാക്കൾക്ക് ചെറുപ്പക്കാർക്കൊക്കെയാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തത്. അവരെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തന്നെ പ്രമുഖ നേതാക്കൾ സീറ്റ് കിട്ടിയവരെല്ലാം തന്നെ മികച്ച മാർജിനിൽ വിജയിച്ചു വന്ന്
അവര് പലരും ഇപ്പോൾ പഞ്ചായത്തുകളുടെ ഒക്കെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു മാറ്റം നിയമസഭയിലും ഉണ്ടാവുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് മികച്ച ഒരു മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച തന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ചില തുടക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ ജനുവരിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി 15 മുന്നണിയിലെ സീറ്റ് വിഭജനം കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഒരു പടി മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ഒരു പടി മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങാനാണ് UDF-ഉം കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 100 സീറ്റുകൾ നേടുക എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് VD സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരം അത് കൂടുതൽ പ്രതിഫലിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. കാരണം സംസ്ഥാനം മൊത്തത്തിൽ ഭരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായിട്ട് ഉള്ള പല തലങ്ങളിലുള്ള ഈ ഭരണവിരുദ്ധ വികാരം അത് ഒന്നിച്ച് ചേരുന്നതോടുകൂടി കൂടുതൽ ശക്തമായ ഒരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കുറഞ്ഞതൊരു 100 സീറ്റുകളിലേക്കെങ്കിലും ജയിക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യം അത് നടപ്പിലാകും എന്ന ആത്മവിശ്വാസമാണ് UDF-നും കോൺഗ്രസിനും ഉള്ളത്. അതിന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന സർക്കാർ വിരുദ്ധ തരംഗത്തിനൊപ്പം UDF-ന്റെ ബദൽ നയങ്ങൾ, ബദൽ രാഷ്ട്രീയം അതിനെ കൂടി ജനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിന്റെ ഒരു മറ്റൊരു ചിത്രമായിട്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും വരിക എന്നാണ് UDF കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്.